പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം എപ്പോഴും മുഴങ്ങുമാറാകട്ടെ. എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും ആനന്ദിക്കണം. കർത്താവിലുള്ള സന്തോഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾനെസ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ടാകും. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു മറുവാക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചുവെന്ന. കർത്താവിന് നിങ്ങളോട് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളിൽ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നെങ്കിൽ അത് ചുമ്മാ അങ്ങ് തന്നതല്ല, ദൈവത്തിന് നിങ്ങളോട് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നൽകിയതാ. ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതം ഈസിയാകും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നവരുടെ മേൽ ആത്മാവ് പകരപ്പെട്ടു. പിന്നത്തേതിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 3000-ഓളം പേർ തൻ്റെ പ്രസംഗം കേട്ട് സ്നാനപ്പെട്ടു. ഒരു ആളോട് സുവിശേഷം പറഞ്ഞ് സത്യത്തിലേക്ക് നയിക്കുവാൻ എന്ത് സമയമെടുക്കുമല്ലേ? പക്ഷെ നോക്കിക്കേ, ഇവിടെ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ ഇവാഞ്ചലിസം എന്ത് ഈസിയായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൂടുതൽ ഈസിയാക്കും. നാം ചെയ്യുന്ന ശുശ്രൂഷ അത് കൂടുതൽ എളുപ്പമാക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ യോഹന്നാനെ കുറിച്ചും പത്രോസിനെ കുറിച്ചൊക്കെ പറയുന്നു, അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ജനമായിരുന്നു. പക്ഷേ ജനം അവരുടെ ധൈര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഞാൻ ചിന്തിക്കുക, ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ച അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. മാത്രമല്ല, വേദപുസ്തകത്തിൽ എത്ര ലേഖനങ്ങൾ അവർ എഴുതിയിരിക്കുന്നത് ഇന്നും നമ്മയൊക്കെ ജീവിപ്പിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് പോകുവാൻ പ്രചോദനമേകുന്ന പുസ്തകങ്ങൾ എഴുതുവാൻ വിദ്യാഭ്യാസമില്ലാത്തവരെ ബലപ്പെടുത്തിയതാരാ? ഹോളി സ്പിരിറ്റ്. നമ്മളെ കഴിവുകേടുകളെയൊക്കെ മാറ്റി നമ്മളെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാക്കി തീർക്കുന്നത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാ. പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനായി കൊതിക്കുക. പിതാവാം ദൈവത്തോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നിങ്ങൾക്ക് നൽകണമേ എന്ന്. അവിടുത്തെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. നിങ്ങൾ കർത്താവിനെ ഏറെ ഇഷ്ടപ്പെട്ടവരായി പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം കൂടുതൽ സുഗമമാകും, ഈസിയാകും. അനവധി കാലങ്ങൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ, കാലങ്ങൾ എടുത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേഗത നൽകും. അവിടുന്ന് നമ്മളെ സഹായിക്കും. മാത്രമല്ല, ജ്ഞാനികൾ പഠിപ്പുള്ളവർ മാറി നിൽക്കുമ്പോൾ പഠിപ്പില്ലാത്ത നമ്മെ ജ്ഞാനത്താൽ നിറച്ച് ചില വലിയ ദൗത്യങ്ങൾ ചെയ്യുവാൻ, കാര്യങ്ങൾ ചെയ്യുവാൻ ഹോളി സ്പിരിറ്റ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. അതും മാത്രമല്ല, അസാധാരണമായ ധൈര്യം പരിശുദ്ധാത്മാവ് നൽകും. പ്രാർത്ഥിക്കുക. അപ്പാ, ഞങ്ങളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പകർന്നതിന് സ്തോത്രം. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ ആത്മാവിനെ അങ്ങയുടെ ജനത്തിന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. കാത്തിരുന്നവരുടെ മേൽ വെളിപ്പെട്ട ഹോളി സ്പിരിറ്റ് കൊതിയോടെ ആയിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ഇപ്പോൾ അവിടെ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യണമേ. അങ്ങയുടെ ആ ധൈര്യത്താൽ, ജ്ഞാനത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ. അവരുടെ ജീവിതം സുഖകരമാകട്ടെ, ഈസി ആകട്ടെ. ബുദ്ധിമുട്ടേറിയ അവസ്ഥകളിൽ പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷൻ ഇപ്പോൾ ഉണ്ടാകട്ടെ നാഥ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവേ, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങയെ വേണം. അങ്ങില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അടിയനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം അങ്ങ് നിറച്ചതിനായി സ്തോത്രം. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Bless you.